സാറേ, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-17 ദിവസമായി. ഇതിനിടയിൽ വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത, യുക്രൈൻ സേന അറബ് രാജ്യങ്ങളിലെ മിലിറ്ററി ബേസുകളിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അത് സെലൻസ്കി എന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സേന ടീംസ് ഈ അമേരിക്കൻ താവളങ്ങളിൽ ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. സാധാരണഗതിയിൽ റഷ്യ യുക്രൈനിലേക്ക് അധിനിവേശം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ റഷ്യ കീഴടക്കി അങ്ങ് കൊണ്ടുപോയിക്കോളും, യുക്രൈന് വലിയ ശേഷിയൊന്നുമില്ല, യുക്രൈന് ശേഷിയില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ നാറ്റോ യുക്രൈൻ്റെ കൂടെ ചേർന്നത്. അപ്പോൾ പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുക്രൈൻ്റെതായ ചില ആയുധങ്ങൾ അതിൻ്റെ ശേഷി തെളിയിച്ചു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറുണ്ട്, ഇപ്പോൾ ചൈനയുടെ പല ആയുധങ്ങളും തല്ലിപ്പൊളിയാണെന്ന് തെളിഞ്ഞല്ലോ. നമ്മുടെ ആയുധങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് പോലുള്ളതൊക്കെ ഉഗ്രൻ സംഗതിയാണെന്ന് വിചാരിച്ചിട്ട് തെളിഞ്ഞിട്ട് ആയുധ വിപണിയിൽ ഇന്ത്യക്ക് വലിയ പേര് കിട്ടി, നേട്ടം ഉണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ യുക്രൈൻ യുദ്ധത്തിൽ ശേഷി തെളിയിച്ച ധാരാളം യുക്രൈൻ്റെ പ്രത്യേകിച്ച് ഡ്രോണുകൾ, അവർ റഷ്യയിലേക്ക് കടന്നു ചെന്നിട്ട് കൂട്ടമായിട്ട് ഡ്രോണുകൾ ചേർന്നിട്ട് പല സങ്കേതങ്ങളും ആക്രമിച്ചതും ഒക്കെ യുദ്ധത്തിൽ കണ്ടല്ലോ. അപ്പോൾ ഡ്രോണിൻ്റെ കാര്യത്തിലും ഒക്കെ വലിയൊരു മുന്നേറ്റം യുക്രൈൻ നേടിയിട്ടുണ്ടെന്ന് തെളിഞ്ഞു. അപ്പോൾ അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച ആയുധങ്ങളുണ്ട് യുക്രൈന്, അതുപോലെ സാങ്കേതിക വിദ്യയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, ഖത്തർ, സൗദി, UAE 3 സ്ഥലത്തും, അതുപോലെ ജോർദാൻ, ഇവിടെയൊക്കെ ഇപ്പോൾ യുക്രൈൻ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. പല ഉപദേശങ്ങൾ കൊടുക്കാനും പരിശീലനം കൊടുക്കാനും, അതുപോലെ തന്നെ ഡ്രോണുകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ വിൽക്കുന്നുണ്ട് ഈ രാജ്യങ്ങൾക്കുമൊക്കെ യുക്രൈൻ. അപ്പോൾ അമേരിക്കയുമായി സഹകരിച്ച് എന്ന് പറയാം, അമേരിക്കയും കൂടി സമ്മതിക്കണമല്ലോ, അമേരിക്കയുമായിട്ട് സഹകരിച്ചിട്ട് ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ് ഇതുമൊക്കെ വിന്യസിക്കുന്നുണ്ട്. ഡ്രോണുകൾ വിന്യസിക്കുന്നുണ്ട്, ഡ്രോണുകളെ തകർക്കാനുള്ള സംവിധാനങ്ങളും വിന്യസിക്കുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ ശല്യം ഗൾഫ് രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് നേരിടുന്നത് ഈ ഡ്രോൺ ആക്രമണങ്ങൾ ആണ്. അപ്പോൾ ആ ഡ്രോൺ ആക്രമണം തടയാനായിട്ട് ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയൊക്കെ ഇപ്പോൾ ഉള്ളത് യുക്രൈൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് യുക്രൈനെ ഇപ്പോൾ ക്ഷണിച്ചു വരുത്തി ഗൾഫിൽ യുക്രൈൻ സേന എത്തിയിരിക്കുന്നത്. ഇനി നിർമ്മാണ ശേഷിയും അമേരിക്കയുമായിട്ട് ചേർന്നിട്ട് കൂട്ടും എന്ന് പറയുന്നുണ്ട്. പുതിയ വിപണി അങ്ങനെ തുറക്കുകയും ചെയ്യും. ഞായറാഴ്ച സെലൻസ്കി പറഞ്ഞു 3 ടീമുകൾ, 3 സേന, ഈ വിദഗ്ധരുടെ 3 സേന ഈ അസസ്മെൻറ്റുകൾക്കൊക്കെ ആയിട്ട് ഗൾഫിലുണ്ട്. ആൻറ്റി ഡ്രോൺ സിസ്റ്റംസിനൊക്കെ വേണ്ടി ഉണ്ട്, ധാരാളം കരാറുകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദിക്ക് യുക്രൈൻ മിസൈൽ കൊടുക്കാൻ ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് സൗദി. അതായത് സൗദിയിലെ ഒരു ആയുധ കമ്പനി ഇൻ്റർസെപ്റ്റർ മിസൈലുകൾക്ക് വേണ്ടിയിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത്. അത് കീവ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞ കീവിലെ പ്രധാനപ്പെട്ട പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ആ പത്രത്തിൽ തന്നെ ഞാൻ വായിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഇറാൻ്റെ ഷഹീദ് ഡ്രോൺസ് ഉണ്ടല്ലോ, ആ ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് തകർക്കുന്ന മിസൈലുകൾ, അതിനു വേണ്ടിയിട്ടാണ് സൗദി ഒപ്പിട്ടിരിക്കുന്നത്. ഇസ്രയേലിനാണെങ്കിൽ അയൺ ഡോം ഉണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ കൊറിയൻ നിർമ്മിത ചെങ്ങും 2 അമേരിക്കയുടെ താഡ് പാട്രിയറ്റ് മിസൈലുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ യുക്രൈൻ ആണെങ്കിൽ ഈ ലോ കോസ്റ്റ് ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ, ഡ്രോണുകൾ ചിലവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് 3 ദിവസം തന്നെ 800 ഡ്രോണുകൾ റഷ്യക്കെതിരെ ഉപയോഗിച്ചതായിട്ടും സെലൻസ്കി പറഞ്ഞിരുന്നു. അപ്പോൾ ട്രയാഡ ട്രേഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഈ ഇടനില നിൽക്കുന്നത്. അത് യുക്രൈനിലെ തന്നെ കമ്പനിയാണ് ഇടനില നിൽക്കുന്നത്. അപ്പോൾ ഈ ഉക്രൈൻ
ഇന്റർസെപ്റ്റർ ഡ്രോൺസ് ഈ 6300 എണ്ണം ഇപ്പോൾ ഫ്ലൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവ 1500 റഷ്യൻ UAV അൺമാൻഡ് എയർ ക്രാഫ്റ്റ്, അതായത് ഡ്രോണുകളെയാണ് UAV എന്ന് പറയുന്നത്. 6300 യുക്രൈൻ ഡ്രോണുകൾ 1500 റഷ്യൻ ഡ്രോണുകൾ തകർത്തു അടുത്ത കാലത്ത് എന്ന് സെലൻസ്കി പറഞ്ഞു. അപ്പോൾ യുക്രൈനിയൻ പട്ടാള മേധാവി അലക്സാണ്ടർ സിർസ്കിയും ഇത് വെളിപ്പെടുത്തിയിരുന്നു. യുക്രൈൻ്റെ ഡ്രോണുകൾ ഓക്ടോപ്പസ്, ഡ്രോണിൻ്റെ പേര്, അത് TAF ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. PI സൺ, അത് സ്കൈഫോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഗൂഗിളിൻ്റെ സഹസ്ഥാപകനായിരുന്ന എറിക് ഷ്മിഡ് ഇപ്പോൾ ആയുധരംഗത്താണ്. അങ്ങേരുടെ കമ്പനി മെറോക്സ് എന്ന് പറഞ്ഞ ഡ്രോണുകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വൈൽഡ് ഹോർണറ്റിൻ്റെ സ്റ്റിംഗ് ഇൻ്റർസെപ്റ്റർ ഡ്രോൺ ഉണ്ട്. ഇത് ലാർജസ്റ്റ് ബൈ ഏറ്റവും കൂടുതൽ അവരാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാസം 10,000 യൂണിറ്റുകൾ, 10,000 ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് വൈൽഡ് ഹോർണറ്റ്. മിക്കവാറും ഇവരുമായിട്ടായിരിക്കും സൗദിയുടെ കരാർ എന്നാണ് കരുതുന്നത്. അപ്പോൾ ഉക്രൈൻ്റെ ആയുധ കമ്പനി ഫയർ പോയിന്റ് എന്ന് പറഞ്ഞ ഉക്രൈൻ്റെ ആയുധ കമ്പനി UAEയിലെ എഡ്ജ് എന്ന് പറഞ്ഞ കമ്പനി, ആയുധ കമ്പനി, UAEയുടെ, സൗദിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇനി UAEയിൽ യുക്രൈൻ്റെ ആയുധ കമ്പനി ഫയർ പോയിന്റ് ഒരു ഷോയ്ക്ക് വന്നിരുന്നു. അത് കഴിഞ്ഞ് UAEയുടെ എഡ്ജ് എന്ന് പറഞ്ഞ കമ്പനി, ആയുധ കമ്പനിയിൽ 30% ഓഹരി എടുത്തു, നിക്ഷേപിച്ചു. $760 മില്യൺ ആണ് ഈ കൊല്ലം നിക്ഷേപിക്കുന്നത് UAE ഉക്രൈൻ ആയുധ കമ്പനിയിൽ നിക്ഷേപിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ FP5 ഫ്ലാമിംഗോ ക്രൂസ് മിസൈൽ, അതിന് വേണ്ടിയിട്ടാണ്. FP5 ഫ്ലാമിംഗോ ക്രൂസ് മിസൈൽ, ഇതിൻ്റെ ആദ്യത്തെ ഷോ, ഫ്ലാമിംഗോ ക്രൂസ് മിസൈലിൻ്റെ ആദ്യത്തെ ഷോ അബുദാബിയിലായിരുന്നു. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദിയും UAEയും യുക്രൈൻ ആയുധ കമ്പനികളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, മിസൈലിനും ഡ്രോണിനും. അതിന് പുറമെ ഇപ്പോൾ യുക്രൈൻ സേനയും ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളിൽ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഇറാൻ്റെ ഡ്രോണിനെതിരായ അവ തകർക്കാനുള്ള വൈദഗ്ധ്യം യുക്രൈനാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇതിൽ ഇപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ അവശേഷിക്കുന്ന ഒരു ആശങ്ക, പ്രത്യക്ഷമായി ഇതുവരെ റഷ്യ ഇറാൻ പക്ഷത്ത് ചേർന്നിട്ടില്ല. അത് ചേരാനുള്ള അവസരമല്ലേ സത്യത്തിൽ ഇപ്പോൾ ഉക്രൈൻ ഒരുക്കി കൊടുക്കുന്നത്? സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ വാസ്തവമാണ്. കാരണം ഇറാനും റഷ്യൻ കൂടി സംയുക്തമായിട്ട് ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട്. ആ ഡ്രോണുകളാണ് റഷ്യ മറ്റേ യുക്രൈനെതിരേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇറാനുമായിട്ടുള്ള കരാർ ലംഘിച്ചിട്ട് ഇവര് ആ ഡ്രോണിന്റെ പരിഷ്കരിച്ച വേർഷൻസ് റോയൽറ്റി കൊടുക്കാതെ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഇറാന് കഴിഞ്ഞ ജൂണില് ഇറാനെ സഹായിച്ചില്ലല്ലോ റഷ്യ, അവർക്ക് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ വീണ്ടും റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ യുക്രൈൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കുന്നു എന്ന് വരുമ്പോൾ റഷ്യ ഇറാനുള്ള സഹായം ഒന്നുകൂടി മൂപ്പിക്കും. അത് തീർച്ചയായിട്ടും യുദ്ധം കുറെ കൂടി കടുപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.